ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഡ്രോയിങ് ചാലഞ്ച്. നമുക്ക് തുടങ്ങിയാലോ? ഞാൻ വരയ്ക്കുന്നത് കക്കാശിയാണ്. ഞാൻ വരയ്ക്കുന്നത് ഫ്ലവർ ആണ്. ഈ വെള്ള ഷീറ്റിലാണ് നമ്മൾ വരയ്ക്കുന്നത്. പിന്നെ നമുക്കിവിടെ ഉള്ളത് ഫാബ്രിക് പെയിന്റ് ഉണ്ട്, 6 കളർ പെയിന്റ് ഉണ്ട്, പിന്നെ വാട്ടർ കളർ ഉണ്ട്, പിന്നെ ഒരു ഇറേസർ ഉണ്ട്, 2 പെൻസിലുണ്ട്, പിന്നെ വാട്ടർ ഉണ്ട് ഒരു പാത്രത്തിൽ, പിന്നെ കുറച്ച് പഞ്ഞിയുണ്ട്, പിന്നെ 2 ബ്രഷ് ഉണ്ട്. ഇത് മിക്സ് ആക്കാൻ ഇത് ബ്രഷ് തേക്കുമ്പം ഉണങ്ങി പോകാതിരിക്കാൻ വേണ്ടി മിക്സ് ചെയ്യാനുള്ള പാത്രമുണ്ട്. നമുക്ക് തുടങ്ങിയാലോ? ഞാൻ വരയ്ക്കാൻ പോകുന്നത് പൂവാണ്. അപ്പം ഞാൻ വരച്ചു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ വരയ്ക്കുന്നത് ഒരു പൂവാണ്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ നമ്മളിത് പെൻസിലിട്ട് അടയാളപ്പെടുത്തിയിട്ട് വാട്ടർ കളറിട്ട് കളർ ചെയ്യും. ഓക്കെ, ഇത് ചെയ്യാൻ കാരണം കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡ്രോയിങ് ചലഞ്ച് ചെയ്യാൻ. അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഞാൻ വരച്ചു തരാം. ഞാൻ വരയ്ക്കുന്നത് റോസാപ്പൂവായിട്ടങ്ങ് കരുതിയാൽ മതി. ഇതാ ഒരു പൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ തണ്ട് വരച്ചു കൊടുക്കാം. നമ്മൾ കക്കശീല വരച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു തണ്ടും കൂടെ ഒന്ന് വരച്ചു കൊടുത്തിട്ട് ഒരു പൂവും കൂടെ അതേ കണക്ക് നമുക്കൊന്ന് വരച്ചു കൊടുക്കാമേ. ഇതാ 2 പൂ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ ഒരെണ്ണം വരച്ചിട്ട് അതിൽ ഒരു പൂ വരച്ചു കൊടുക്കാം. നമ്മളിതാ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ കുറച്ച് ലീഫ് വരച്ചു കൊടുക്കാം. നമ്മൾ വരച്ചോണ്ടിരിക്കുകയാണ് ഗൈസ്. ഞാൻ ഇല വരച്ചു കൊടുക്കുകയാണ്. എനിക്ക് പനിയായിരുന്നു, ഛർദിലൊക്കെ ആയിരുന്നു കേസ്. അതുകൊണ്ട് ഞാൻ ഇന്ന് സ്കൂളിൽ പോയില്ല. അപ്പോഴാണ് വിചാരിച്ചത് ഇന്ന് ഡ്രോയിങ് ചലഞ്ച് ചെയ്യാമെന്ന്. ഒരു ചെടിച്ചട്ടീനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ പിക്ചർ. ഇനി നമുക്ക് ഇതിൽ ഒന്ന് കളർ അടിച്ചെടുക്കാം. ഞാൻ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ഫാബ്രിക് പെയിൻ്റ് ആണേ. അപ്പം നമുക്ക് ഈ ചിത്രം നല്ലതാക്കാൻ വേണ്ടി നമുക്ക് അടിക്കാൻ പോണ പെയിൻറ് ഞാൻ പിങ്ക് ആണേ. ഒരു പിങ്ക് അടിച്ചു കൊടുക്കാം. പിങ്ക് എടുത്തപ്പം ഇത്രയാണ്. ഇതാണ് പിങ്ക് കളറ്. നമുക്ക് ഇത് നമ്മുടെ ഈ ബ്രഷ് കൊണ്ട് നമുക്ക് അടിക്കാം. കുറച്ച് വെള്ളത്തിൽ തൊട്ടിട്ട് നമുക്ക് അടിക്കാം. ഇനി ഞാൻ അടിച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാമേ. നമ്മളിവിടെ ചെയ്തോണ്ടിരിക്കാൻ പാടൊന്നുമില്ല. നമുക്ക് കക്കാശി ഡ്രോയിങ് ചലഞ്ച് എന്ന് പറഞ്ഞാൽ മതി, അത് വന്നോളും. നമ്മളിത് ഓരോത്തിലും ഇങ്ങനെ ഡോട്ട് ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കണേ. അത് അടിച്ചെടുക്കാൻ സിമ്പിളായി കിട്ടാൻ വേണമെന്ന് ഉള്ളത് കൊണ്ടാണ്. നമ്മളിതാ 2ാമത്തെ പൂവിലും ഡോട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ 3ാമത്തെ പൂവിനും കൂടി ഡോട്ടിട്ട് കൊടുക്കണേ. നമുക്ക് ആകെ 3 പൂവേ ഉള്ളൂ.
പിന്നെ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഡ്രോയിങ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതിനു മുമ്പ് നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, സബ്സ്ക്രൈബ്, ഷെയർ. അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മൾ പിങ്ക് കളറ് വാട്ടർ പെയിൻ്റാണ് ഫ്ലവറിന് കൊടുക്കുന്നത്. ഇതളിന് മാത്രമാണ് പിങ്ക് കളറ്. ഭയങ്കര പാടാണ് ഗീസ് വരയ്ക്കാൻ തന്നെ. അതൊക്കെ നമ്മളിത് വരച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ ഏകദേശം അടിച്ച് കഴിയാറായി. നമുക്ക് ഇന്ന് വേഗം അടിച്ച് കഴിയാൻ വേണ്ടി ശ്രമിക്കാം. നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കളർ അടിക്കാം. നമ്മളിതാ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിതാ റോസ് കളറ് പെയിന്റ് നമ്മൾ അടിച്ചിട്ടുണ്ട്. അടക്കിനടുത്ത് ഇതിനകത്തൊന്നും ഇട്ടണമെന്നുണ്ടോ? തീർക്കില്ല. വേറെ ഒന്നും ഇടും. മഞ്ഞ കളറ് നമ്മളിതാ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇലയൊക്കെ ഇത് ചെയ്യണം. അതിനായി ഞാൻ വേറെ എൻ്റെ അനിയൻ്റെ ഇരുന്ന ബ്രഷ് ഞാൻ മേടിച്ചിട്ടുണ്ട്. നമുക്ക് ഒന്ന് മുക്കിയെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ഗ്രീൻ കളറിൽ പെയിന്റ് അടിച്ചു കൊടുക്കാം. ഗ്രീൻ കളർ പെയിന്റ് ആണ്. ഞാൻ ഈ ഒരു ബ്രഷ് കൊണ്ടാണ് ഗ്രീൻ കളർ പെയിന്റ് അടിച്ചെടുക്കുന്നത്. ഇത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയി പോകും. കാര്യം ഒരു നൂല് പോലെയാണ് ഈ ബ്രഷ് വന്നേക്കുന്നത്. നമ്മളിത് അടിച്ചെടുക്കുന്നുണ്ട്. പറ്റുന്ന രീതിയിലൊക്കെ നമ്മളിത് അടിച്ചെടുക്കുന്നുണ്ട്. ഓരോന്ന് പൊട്ടി പൊട്ടി വരുന്നത് പാട്. നമ്മളിവിടെ ചെയ്ത് തീരാറായി ഗൈസ്. സ്കിൻ കളർ ഉണ്ടോ? നമ്മളിതാ ഇലയ്ക്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നടുക്കും പച്ചയാണ് അടിച്ചു കൊടുക്കുന്നത്. നമ്മൾ ഫ്ലവറിനെല്ലാം അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കളറുകളൊന്ന് അടച്ച് വെക്കാമേ. പിങ്ക് അടച്ച് വെച്ച് അവനവിടെ വരയ്ക്കുന്നത് കക്കാശീനെയാണ്. അവന് കക്കാശി, ഗോൾഡൻ കക്കാശി, ഗോൾഡൻ നറൂട്ടോ, സാധാ നറൂട്ടോ അങ്ങനെയൊക്കെ വരയ്ക്കാൻ അവന് ഭയങ്കര ഇഷ്ടമാണ്. അവൻ വരയ്ക്കുകയും ചെയ്യും. ഇതാണ് റെഡ് കളർ. കാക്ക വിളിക്കുന്നത്.
ഇതാ നമ്മൾ ഇത്ര അടിച്ച് ഇനി നമ്മൾ ചെടിച്ചട്ടിക്ക് അടിക്കാൻ പോകുന്ന കളറ് ബ്ലൂ ആണ്. ബ്ലൂ തീർന്നു ഗൈസ്. തീർന്ന ബ്ലൂ തീർന്നു. ഞാൻ അവിടെ എവിടെയൊക്കെ ഉള്ള ബ്ലൂ തീർക്കല്ലേ? തീർന്നു. ഇങ്ങനെയെങ്കിലൊക്കെ അടിച്ചു കൊടുക്കും. ഒരു പച്ചയും പിന്നെ ഒരു നീലയും കൂടെ ചേർന്നൊരു കളറാണ്. തീർത്തോ? നമ്മൾ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് എൻ്റെ പിക്ചർ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഒരു 3 ഫ്ലവർ ഒരു തണ്ടിൽ വന്ന് നിൽക്കുന്നു. പിന്നെ ഒരു ചെടിച്ചട്ടി. അതാണ് എൻ്റെ ഒരു പിക്ചർ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അപ്പം ഇത്രയേ ഉള്ളൂ. ഇനി എൻ്റെ അനിയൻ്റെ പടം ഞാൻ കാണിച്ചു തരാം. എൻ്റെത് ഇതാണ്. എൻ്റെ അനിയൻ ദാ വരച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എന്താ ഞാൻ കണ്ടോ? ദാ അടിച്ചോണ്ടിരിക്കുകയാണ്. നമ്മൾ അടിച്ചോണ്ടിരിക്കുകയാണ് ഗൈസ്. ഇത്തിരി പാടെടുക്കണതാണ്. നമ്മൾ അടിച്ചോണ്ടിരിക്കുകയാണ് ഗൈസ്. ഇവൻ തന്നെ വരച്ച് ഇവൻ തന്നെ അടിക്കുന്നതാണ്. ഇവൻ ഇതൊക്കെ വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. എങ്ങനെയുണ്ട് ഗൈസ് അവൻ്റെ പടം? അവൻ പടം വരയ്ക്കുന്നത് കണ്ട് പഠിച്ചതാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഇപ്പം ഫോണിൽ ഇങ്ങനെ അവൻ വരയ്ക്കാനുള്ളത് എടുത്ത് വെച്ചിട്ട് വരച്ച് ഡോട്ടിട്ട് വരച്ച് അവൻ പഠിച്ചതാണേ. അപ്പോൾ എൻ്റെ അനിയൻ വരച്ച പടം ഇതാണ്, ഞാൻ വരച്ച പടം ഇതാണ്. ഇത് രണ്ടിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പടം ഏതാണെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അതുവരെ നമ്മൾ ആ വീഡിയോ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ.